വാട്സാപ്പിന് ബദലായി കേന്ദ്ര സർക്കാർ പുതിയ ആപ്പ് പുറത്തിറക്കി. സന്ദേശ് എന്ന് പേരിട്ടിരിക്കുന്ന ഈ ആപ്പിന് പിന്നിൽ നാഷണൽ ഇൻഫോർമാറ്റിക്സ് സെൻറ്റർ അഥവാ എൻ.ഐ.സ ആണ്. സന്ദേശ് എന്ന ആപ്പിൻ്റെ വിശദവിവരങ്ങളാണ് ഇന്നത്തെ നമ്മുടെ വീഡിയോയിൽ. നമസ്കാരം, വിസിബൈവ് ചാനലിൻ്റെ പുതിയ വീഡിയോയിലേക്ക് ഏവർക്കും സ്വാഗതം. ഞാൻ ശ്രീകുമാർ. ജിംസ് എന്നായിരുന്നു സന്ദേശ് ആപ്പിൻ്റെ ആദ്യത്തെ പേര്. അതായത് ഗവൺമെൻറ് ഇൻസ്റ്റൻറ്റ് മെസ്സേജിംഗ് സിസ്റ്റം എന്നായിരുന്നു സന്ദേശ് ആപ്പിൻ്റെ ആദ്യ പേര്. 22 MB ആണ് ഈ ആപ്പിൻ്റെ ഫയൽ സൈസ്. ആൻഡ്രോയിഡിൽ 4.6 സ്റ്റാർ റേറ്റിംഗ് ഉണ്ട്. കൂടാതെ 1,00,000-ൽ പരം ആളുകൾ ഡൗൺലോഡ് ചെയ്ത് കഴിഞ്ഞു. സന്ദേശ് ആപ്പിൽ രജിസ്റ്റർ ചെയ്യുമ്പോൾ നിങ്ങളുടെ വ്യക്തിഗത വിവരങ്ങൾ നൽകേണ്ടതില്ല. പകരം മൊബൈൽ നമ്പർ ഉപയോഗിച്ച് നമുക്ക് രജിസ്റ്റർ ചെയ്യാവുന്നതാണ്. ഇമെയിൽ ഉപയോഗിച്ച് രജിസ്റ്റർ ചെയ്യുന്ന സൗകര്യം നിലവിൽ വന്നിട്ടില്ല. മൊബൈൽ നമ്പർ നൽകുമ്പോൾ ലഭിക്കുന്ന 6 ഡിജിറ്റ് OTP വഴിയാണ് സന്ദേശ് ആപ്പിൽ നമ്മൾ അക്കൗണ്ട് രജിസ്റ്റർ ചെയ്യുന്നത്. നിലവിൽ ഈ ആപ്പ് ഗവൺമെൻറ് സ്ഥാപനങ്ങളിലും ഗവൺമെൻറ് ഉദ്യോഗസ്ഥരുമാണ് ഉപയോഗിച്ചുകൊണ്ടിരിക്കുന്നത്. ഇതാണ് ഇപ്പോൾ പബ്ലിക്കിലേക്ക് നൽകിയിരിക്കുന്നത്. സന്ദേശ് ആപ്പിൻ്റെ ഫീച്ചേഴ്സ് നമുക്ക് ഇനി നോക്കാം. വാട്സാപ്പിലെ പോലെ തന്നെ സന്ദേശ് ആപ്പിലും end-to-end എൻക്രിപ്ഷൻ സപ്പോർട്ട് ചെയ്യുന്നുണ്ട്. സന്ദേശ് ആപ്പിൽ ഒരിക്കൽ ലോഗൗട്ട് ചെയ്താൽ വീണ്ടും ലോഗിൻ ചെയ്യുന്നതിന് മൊബൈൽ നമ്പർ നൽകി OTP എൻ്റർ ചെയ്താൽ മാത്രമേ വീണ്ടും നമുക്ക് ലോഗിൻ ചെയ്യാൻ കഴിയുകയുള്ളൂ. വാട്സാപ്പ് പോലെയുള്ള മെസ്സേജിംഗ് സർവീസുകളിൽ നമുക്ക് മെസ്സേജ് അയക്കുമ്പോൾ അതിനെ ബോൾഡ്, ഇറ്റാലിക്, അണ്ടർലൈൻ എന്നിവ ചെയ്യാൻ സാധിക്കും. കൂടാതെ ഈ ടെക്സ്റ്റുകൾക്ക് കളർ കൊടുക്കാനും സാധിക്കും. മെസ്സേജ് വിൻഡോയിൽ കാണുന്ന T എന്ന ഐക്കൺ ക്ലിക്ക് ചെയ്താൽ ടെക്സ്റ്റ് ഫോർമാറ്റിംഗ് ഓപ്ഷൻസ് ലഭിക്കുന്നതാണ്. ടെക്സ്റ്റ് കളർ ചെയ്യാൻ സാധിക്കുന്നത് സന്ദേശ് ആപ്പിൻ്റെ ഒരു പ്ലസ് ഫീച്ചറാണ്. മറ്റൊന്ന്, വോയിസ് റെക്കോർഡ് ചെയ്ത് അയക്കുന്നതിന് മുന്നേ കേട്ടു നോക്കാൻ കഴിയും എന്നുള്ളതാണ്. ഇതിനായി മെസ്സേജ് വിൻഡോയിൽ കാണുന്ന പ്ലസ് ഐക്കൺ ക്ലിക്ക് ചെയ്ത് ഷെയർ ചെയ്യാനുള്ള ഓപ്ഷനിൽ നിന്ന് ഓഡിയോ ഐക്കൺ ക്ലിക്ക് ചെയ്ത് റെക്കോർഡ് ചെയ്ത് നോക്കുക. സന്ദേശ് ആപ്പിൽ 500 MB വരെയുള്ള വീഡിയോ ഫയലുകളാണ് ഷെയർ ചെയ്യാൻ സാധിക്കുന്നത്. കൂടാതെ 100 MB വരെയുള്ള ഫയലുകൾ അയക്കാൻ കഴിയും. ഓപ്പൺ സോഴ്സ് കോഡ് ഉപയോഗിച്ചാണ് സന്ദേശ് ആപ്പ് നിർമ്മിച്ചിരിക്കുന്നത്. ഇന്ത്യയിലെ ക്ലൗഡ് സെർവറുകളിലാണ് സന്ദേശ് ആപ്പ് ഹോസ്റ്റ് ചെയ്തിരിക്കുന്നത്. end-to-end എൻക്രിപ്ഷൻ സന്ദേശ് ആപ്പ് ഉറപ്പുവരുത്തുന്നുണ്ട്. സന്ദേശ് ആപ്പിൽ ബാക്കപ്പ് ഫയലുകൾ ലോക്കൽ ഫോൾഡറിലാണ് സ്റ്റോർ ചെയ്യുന്നത്. വാട്സാപ്പിൽ കാണുന്ന എല്ലാ ഫീച്ചേഴ്സും ഉടൻ വരുമെന്നാണ് ഗവൺമെൻറ് പറയുന്നത്. ചൈനീസ് ആപ്ലിക്കേഷനുകളുടെ നിരോധനത്തിന് ശേഷവും ട്വിറ്റർ പോലെയുള്ള സോഷ്യൽ മീഡിയ പ്ലാറ്റ്ഫോമുകളുമായി വിവിധ വിഷയങ്ങളിൽ തർക്കമുണ്ടായി തുടർന്ന് സ്വന്തമായ ആപ്ലിക്കേഷൻ നിർമ്മിക്കാൻ ഇന്ത്യൻ ഗവൺമെൻറ് ആരംഭിക്കുകയുണ്ടായി. സന്ദേശ് ആപ്പ് നിലവിൽ ആൻഡ്രോയിഡ്, iOS പ്ലാറ്റ്ഫോമുകളിൽ ലഭ്യമാണ്. sandesh.gov.in എന്ന വെബ്സൈറ്റ് വഴിയും ലോഗിൻ ചെയ്യാൻ കഴിയും. ഇൻസ്റ്റാൾ ചെയ്ത് കഴിഞ്ഞ ശേഷം വാട്സാപ്പുമായി കമ്പയർ ചെയ്യുമ്പോൾ എന്താണ് നിങ്ങളുടെ ഫീഡ്ബാക്ക് എന്ന് കമൻറ്റ് ബോക്സിൽ പറയുക. അടുത്ത വീഡിയോ സന്ദേശ് ആപ്പിൻ്റെ ഫുൾ റിവ്യൂ ആണ്. മറ്റൊരു വീഡിയോയിൽ കാണുന്നതുവരെ ഇറ്റ്സ് മീ ശ്രീകുമാർ സൈനിങ് ഓഫ്.